ഹലോ ഫ്രണ്ട്സ്, നല്ല സൂപ്പർ മഴ രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ്. അപ്പൊ കുട്ടികൾ വരാനുള്ള ടൈമായി. അപ്പൊ ഇന്ന് മഴ ആയതുകൊണ്ട് നല്ല വിഷമത്തായിരിക്കും വരുന്നത്. അപ്പൊ ഞാൻ കുറച്ച് മധുരക്കിഴങ്ങ് പുഴുങ്ങാന്നൊക്കെ വിചാരിച്ചു. അതൊക്കെ മതി, എന്തേലും മതി. അതാകുമ്പോൾ ഇച്ചിരി കട്ടിക്കായിക്കോളും. ഇന്ന് മഴയായിട്ട് ഇച്ചിരി കട്ടിക്ക് വേണം. പിന്നെ കുറച്ച് ബീഫ് ഇരിക്കുന്നുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതേ നോക്കിയാൽ നല്ല സൂപ്പർ മഴയാണ്. അപ്പൊ നമുക്ക് മധുരക്കിഴങ്ങെല്ലാം സെറ്റ് ചെയ്ത് നല്ല കട്ടിക്കണം. ഇത് ഞാൻ കറിയാക്കിയല്ലോ, ഫ്രൈ ആക്കി. നല്ല മുഴുത്തതാണ്. ഒരു ചെറിയ പീസും കൂടെ ഉണ്ട്. ഞാൻ കുറച്ച് റെഡിയാക്കി. ഇതിന്റെ തൊലിയൊക്കെ ഇത്രയൊക്കെ പോകുന്നുണ്ട്. ഒത്തിരി പോകുന്ന നിർബന്ധമില്ല, എന്നാലും കുറച്ചുകൂടെ കളയണം. എന്നിട്ട് കഴുകി കട്ട് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് നേരെ ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെച്ചു. ഇത് വേണം. ചിലപ്പോൾ നിങ്ങൾ ഓർക്കും മധുരക്കിഴങ്ങ് പുഴുങ്ങുന്നതും ബീഫ് ഫ്രൈ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു അല്ലേ, ഇതൊക്കെ എന്തിനാ ഇടുന്നതെന്ന്. പക്ഷേ എന്റെ ഒരു സന്തോഷം, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഒരു വീഡിയോ ആക്കി ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അതിൽ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യണം, അല്ലാത്തവരൊന്നും കാണണ്ട. ഇഷ്ടമില്ലാത്തവരാരും കാണണ്ട, ഇഷ്ടമുള്ളവർ കാണുക. ഇത്രയൊക്കെ ഞാൻ ഓരോ വീഡിയോകൾ ഇടാൻ നേരത്തെ എനിക്ക് ഇത്ര സപ്പോർട്ട് കിട്ടുമെന്ന് പോലും വിചാരിച്ചിട്ടല്ല ഞാൻ ആദ്യം വീഡിയോ ഇടുന്നത്. അപ്പൊ എനിക്കിപ്പോ ഇരുന്ന് ഓരോ വീഡിയോകളിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ ഇത് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പം പിന്നെ ഇടാനുള്ള ഒരു സന്തോഷം വരും. എന്റെ ഇവിടെ എന്ത് ചെയ്യുന്നു, എന്റെ മക്കൾ വരുമ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അതൊക്കെ എന്റെ ഒരു സന്തോഷമാണ്. അത് നിങ്ങളിലേക്കും കാണിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും ബീഫ് ഫ്രൈ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അപ്പം ആരും അങ്ങനെ ഒരു നെഗറ്റീവ് കരുതണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത്. ഞാനിപ്പോ ബീഫ് ദേ കുക്കറിലേക്ക് വിട്ടു. അതിലേക്ക് മസാലപ്പൊടികൾ വിട്ടു. മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകം, മഞ്ഞപ്പൊടി, മീറ്റ് മസാല, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ വേവിച്ചെടുക്കാം. നമ്മുടെ മധുരക്കിഴങ്ങ് വെന്ത് നല്ലതേ ആവി വറക്കുന്നു. ഇനി നമ്മുടെ ബീഫും കൂടെ റെഡി ആയാൽ മതി. ബീഫ് വെന്തിട്ടുണ്ട്. ഞാൻ മുമ്പ് ഇട്ട മസാലകളെല്ലാമാണ്. എന്നിട്ട് കുറച്ച് വെള്ളം കോരി എണ്ണയിലേക്ക് ഞാൻ കുറച്ച് സബോള ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ സബോള മാത്രമേ ഇടുന്നുള്ളൂ, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇടുന്നില്ല. ഇതൊന്ന് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം മറ്റേ ഞാൻ ആ വറുത്ത് കോരിയ രീതി തന്നെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. കുറച്ച് സബോളയും കൂടെ ആകുമ്പോ ഒരു ടേസ്റ്റ് അല്ലേ. ഒത്തിരി അങ്ങോട്ട് വഴണ്ട, വഴറ്റി എടുക്കണ്ട. കാരണം ഇതൊന്ന് ചെറുതായിട്ട് ആ ബീഫ് ഇടുമ്പോ ഒന്ന് കടിക്കാനും കൂടെ കിട്ടണം. ഞാൻ റൗണ്ടിലൊക്കെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പൊ ഫ്രണ്ട്സ് നല്ല വാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് ഇത് ഇളക്കി നല്ല മിക്സ് ചെയ്യാം. സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. സബോള ഇങ്ങനെ കടിക്കാൻ കിട്ടണം, അതാണ് ഇതിന്റെ ടേസ്റ്റ് കേട്ടോ. അപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മധുരക്കിഴങ്ങ് മുമ്പേ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എന്റെ മക്കൾ വരാറുമായി. അപ്പൊ ഒരു സൈഡ് ചായ തിളച്ച് വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ദയവ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞൊക്കെ എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചെയ്യണം, കണ്ടുപോകല്ലേ. അപ്പൊ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.